നമസ്കാരം. രാജ്യത്തെ വിമാനയാത്രക്കാരെ വലിയ ദുരിതത്തിലാഴ്ത്തിക്കൊണ്ട് പ്രമുഖ വിമാന കമ്പനിയായ ഇൻഡിഗോയുടെ 150ഓളം വിമാന സർവീസുകൾ റദ്ദാക്കിയ സംഭവത്തിലും 1000-ലേറെ വിമാനങ്ങൾ വൈകിയതിലും ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അന്വേഷണം പ്രഖ്യാപിച്ചു. കഴിഞ്ഞ 2 ദിവസങ്ങൾക്കുള്ളിലാണ് ഇത്രയധികം വിമാന സർവീസുകൾ മുടങ്ങുകയും വൈകുകയും ചെയ്തത്. സംഭവം ഇന്ത്യൻ വ്യോമയാന മേഖലയുടെ വിശ്വാസ്യതയ്ക്ക് തന്നെ കോട്ടം വരുത്തിയിരിക്കുകയാണ്. സംഭവത്തെ തുടർന്ന് ആയിരക്കണക്കിന് യാത്രക്കാരുടെ യാത്രാ പദ്ധതികളാണ് താളം തെറ്റിയത്. പല പ്രധാന നഗരങ്ങളിൽ നിന്നും വിദേശത്തേക്കുമുള്ള സർവീസുകൾ റദ്ദാക്കിയത് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. ക്രിസ്മസ് പുതുവത്സര അവധിക്കാലം അടുത്തിരിക്കെ ഇത്തരമൊരു കൂട്ടപ്രതിസന്ധി ഉണ്ടായത് മേഖലയിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. സർവീസുകൾ മുടങ്ങാനുള്ള കാരണം സംബന്ധിച്ച് ഇൻഡിഗോ അധികൃതർ പ്രാഥമികമായി നൽകുന്ന വിശദീകരണം വിമാന ജീവനക്കാരുടെ ലഭ്യതക്കുറവാണ്. പൈലറ്റുമാർ, ക്യാബിൻ ക്രൂ തുടങ്ങിയ ജീവനക്കാർ ആവശ്യമായ എണ്ണത്തിൽ ഇല്ലാത്തതാണ് വിമാനങ്ങൾ വൈകുന്നതിലും റദ്ദാക്കുന്നതിനും കാരണമായതെന്നാണ് കമ്പനി പറയുന്നത്. എന്നാൽ ഇത്രയധികം സർവീസുകൾ റദ്ദാക്കേണ്ട സാഹചര്യം മുൻകൂട്ടി കണ്ട് വേണ്ടത്ര ക്രമീകരണങ്ങൾ നടത്താൻ വിമാന കമ്പനിക്ക് സാധിക്കാതെ പോയത് എന്തുകൊണ്ടാണെന്ന് DGCAയുടെ അന്വേഷണത്തിൽ പ്രധാനമായും പരിശോധിക്കും. വിമാന സർവീസുകളുടെ സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ചും ജീവനക്കാരുടെ ജോലിഭാരത്തെക്കുറിച്ചും വിശദമായ പരിശോധനയും നടക്കും. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വിമാനങ്ങൾ റദ്ദാക്കിയതോടെ മറ്റ് യാത്രാ മാർഗങ്ങൾ തേടാൻ യാത്രക്കാർ നിർബന്ധിതരായി. ഇത് മറ്റ് വിമാന കമ്പനികളുടെ ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ ഉയരാനും കാരണമായി. യാത്രക്കാർക്ക് സാമ്പത്തികമായും സമയപരമായും വലിയ നഷ്ടമാണ് ഈ സംഭവം വരുത്തിവെച്ചത്. DGCAയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നതോടെ യാത്രാ തടസ്സം നേരിട്ട ഉപഭോക്താക്കൾക്ക് വിമാന കമ്പനി വ്യോമയാന ചട്ടങ്ങൾ അനുസരിച്ചുള്ള നഷ്ടപരിഹാരവും മറ്റ് സൗകര്യങ്ങളും ഭക്ഷണവും താമസവും ഉൾപ്പെടെ ഉറപ്പാക്കിയിട്ടുണ്ടോ എന്നും വിലയിരുത്തും. യാത്രക്കാരുമായി ബന്ധപ്പെട്ട നിയമപരമായ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമ്പനിക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ ആഭ്യന്തര വിമാന സർവീസ് രംഗത്തെ ഏറ്റവും വലിയ വിപണി വിഹിതമുള്ള കമ്പനിയാണ് ഇൻഡിഗോ. ഇത്തരമൊരു കമ്പനിക്ക് സംഭവിച്ച ഗുരുതരമായ വീഴ്ച രാജ്യത്തെ വ്യോമയാന മേഖലയുടെ മൊത്തത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളെയും പ്രവർത്തനക്ഷമതയും ചോദ്യം ചെയ്യുന്നതാണ്. DGCAയുടെ അന്വേഷണത്തിന്റെ ഫലം വിമാന കമ്പനികളുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സുതാര്യത കൊണ്ടുവരാനും യാത്രക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.